സ്നേഹമുള്ളത്. അദ്ദേഹം തുടങ്ങിച്ചത് തുടരുകയാണെങ്കിൽ എളുപ്പമുണ്ട്. കാരണം നല്ലൊരു ആമുഖം കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. നാടകപ്പറ്റ നരി, ഇതാണ് മുഴുവൻ പറയുന്നത്. നെൽപ്പറ്റ രാജുവിന് പുതിയൊരു വിശേഷണം അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ നാടകപ്പറ്റ നരി എന്നതാണ്. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ആമുഖമായി തന്നെ പറയട്ടെ, രാജുവിൻ്റെ നാട്ടിൽ തന്നെയാണ് ഉരുകുമേള സാഹിത്യ സംഘം ഈ ചെറിയ സ്വീകരണം രൂപകൽപ്പന ചെയ്തത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനു മുമ്പ് പരമേശ്വരൻ പിള്ള സ്മാരക എൻഡോമെന്റ് ലഭിച്ചപ്പോൾ വളരെ വിപുലമായ രീതിയിൽ ഒരു ആഘോഷമായി തന്നെ ആ പുരസ്കാര ലബ്ധി കൊണ്ടാടിയത് കാരണം വെച്ചാൽ സത്യസന്ധമായും പങ്കെടുത്ത ഒരു സംഘടന ഉരുകുമേള സാഹിത്യ സംഘം കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല നാടകങ്ങൾക്ക് വേണ്ടി രചിക്കപ്പെട്ട ഗാനങ്ങൾ ഒരു സമാഹാരമായി പ്രസിദ്ധീകൃതമായത് ഉരുകുമേള കലാ സാഹിത്യ സംഘത്തിൻ്റെ ചുമതലയിൽ നാടക ചിന്തകൾ എന്ന പേരിൽ ഒരു CD നമ്മളൊന്ന് പ്രകാശിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ആ എൻഡോമെന്റിനേക്കാളൊക്കെ വളരെയേറെ വലിയ ഒരു പുരസ്കാരമാണ് ഇപ്പോൾ എത്തിയത്. സംഗീതനാടക അക്കാദമി അവാർഡ് നൽകിയിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ആദരിക്കുന്നത്. സ്വകാര്യ സംഭാഷണത്തിൽ രാജു പറയുകയാണ്, പക്ഷേ ഞാൻ ഏറ്റവും വിലമതിക്കുന്നത് ആ പരമേശ്വരപിള്ളയുടെ സ്മാരകമായുള്ള ആ എൻഡോമെന്റിനെയാണ് എന്നായി. രണ്ട് കാരണങ്ങളെ കൊണ്ടാണ്. ഇന്ന് അദ്ദേഹം അത്രയേറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയുടെ നാമധേയത്തിലുള്ള പുരസ്കാരമാണ് എന്ന മഹത്വം ആ എൻഡോമെന്റ് ഉണ്ട് എന്നത് തന്നെയാണ്. ഷേക്സ്പിയൻ നാടകത്തിൽ വരെ പങ്കാളിയായ ആദ്യ മലയാളി എന്നൊക്കെ പറയാവുന്ന ഒരുപാട് ചരിത്രം അവകാശപ്പെടാവുന്ന ഒരു മഹാവ്യക്തിയുടെ പേരിൽ ലഭിക്കുന്ന എൻഡോമെന്റ് അദ്ദേഹം വിലപ്പെട്ട നിധിയായി സൂക്ഷിക്കുന്നു. പക്ഷേ സംഗീതനാടക അക്കാദമി കൃത്യമായും രാജുവിലെ നാടക കലാകാരനെ തിരിച്ചറിഞ്ഞ് പുരസ്കാരം നൽകി ആദരിക്കാൻ തീരുമാനിച്ചത് വൈകിയാണെങ്കിലും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പം അദ്ദേഹത്തെ പരിചയപ്പെടുത്തി സംസാരിക്കാനുള്ള എൻ്റെ ഒരു പരാധീനതയോ അല്ലെങ്കിൽ മഹത്വമോ തീർച്ചയായും ഒരു 45 കൊല്ലത്തെ പരിചയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരുമിച്ച് സ്കൂളിൽ പഠിച്ച അന്ന് മുതൽ സമാനമായ കുറേ ആശയങ്ങൾ പരസ്പരം കൈമാറിക്കൊണ്ട് അനുഭവിച്ചുകൊണ്ട് ഇടയ്ക്ക് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങിക്കൊണ്ട് തുടർന്ന ഒരു വലിയ സൗഹൃദത്തിൻ്റെ ചരിത്രവും എനിക്കും രാജുവുമായിട്ടുണ്ട്. അന്ന് മുതലേ രാജുവിൻ്റെ ഈ നാടക നടനെയും അല്ലെങ്കിൽ അഭിനേതാവിനെയും രംഗകലാ പ്രയോഗതാവിനെയും തിരിച്ചറിയാനും കഴിഞ്ഞു. നാടകം എന്താ പറയുക, അരസികന്മാരെ പോലും കവിയാക്കുക എന്ന് പറയുന്നത് പോലെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ അത്രയേറെ മുഴച്ചു നിൽക്കുന്ന ഒന്നായിരുന്നു. കാരണമുണ്ടെങ്കിൽ അന്നും ഇന്ന് അത്രയില്ലെങ്കിൽ പോലും നാടകം. രാജുവിൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നവകേരള കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലം തോറും 2 or 3 അമേച്വർ നാടകങ്ങൾ ഈ വേദിയിൽ അരങ്ങേറുകയാണ്. അവിടെയായിരുന്നു സ്റ്റേജ്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന റിഹേഴ്സൽ ക്യാമ്പുകൾ, VT സ്മാരക റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള അമേച്വർ നാടകങ്ങളുടെ മത്സരങ്ങൾ എന്ന രീതിയിൽ കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും അമേച്വർ നാടകങ്ങൾ കൊണ്ട് അവതരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, കേരളത്തിൽ തന്നെ തലയെടുപ്പുള്ള നടന്മാരുടെ നീണ്ട നിര ഇതെല്ലാം ചേർന്ന ഒരു നാടക അന്തരീക്ഷം വാസ്തവത്തിൽ കാരണമുണ്ടെങ്കിൽ ആ കാലത്തുണ്ടായിരുന്നു. ഈ അന്തരീക്ഷ വായു സൃഷ്ടിച്ചുകൊണ്ടാണ് നെൽപ്പറ്റ രാജു നാടകരംഗത്തേക്ക് കടന്നു വരുന്നത്. വാസ്തവത്തിൽ ആ കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ച ചെറുപ്പക്കാർ ഒരിക്കലെങ്കിലും നാടകത്തിൽ അഭിനയിക്കാത്തവരാരും ഉണ്ടാവില്ല എന്നതുപോലെ ആ സ്കൂളിൻ്റെ അന്തരീക്ഷം പോലെ എല്ലാവരെയും നാടകം പഠിപ്പിക്കുക, ജില്ലാതല മത്സരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നും ജയിക്കാൻ കാരണമുള്ള UP സ്കൂൾ എന്നൊരു വലിയ പാരമ്പര്യം നാടകവുമായി ബന്ധപ്പെട്ട് ഈ ഗ്രാമത്തിനുണ്ട് എന്നതിന് ലഭിക്കുന്ന ഊർജം തന്നെയാണ് യഥാർത്ഥത്തിൽ നെൽപ്പറ്റ രാജു എന്ന നാടക പ്രവർത്തകനെ നിർമ്മിച്ചെടുത്തത് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. രാജു കുട്ടിക്കാലത്ത് നാടകക്കാരനാവുക എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംശയമാണ്. അദ്ദേഹത്തിന് എല്ലാത്തിനോടും അഭിമുഖ്യങ്ങളായി. നൃത്തം പഠിച്ചിട്ടുണ്ട്, കഥകളിയോട് താല്പര്യമുണ്ട്. ഇങ്ങനെ എന്തായാലും ഒരു രംഗകലാ പ്രയോഗകതാവ് ആവുക എന്നത് ജന്മദൗത്യമായി സ്വയം തിരിച്ചറിയൽ വളരെ മുമ്പേ കഴിഞ്ഞിട്ടുണ്ടായില്ല. ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുകയും തുടർന്ന് അവിടെ തന്നെ അധ്യാപകനായോ അല്ലെങ്കിൽ തസ്തിക മറ്റൊന്നാണെങ്കിൽ പോലും അധ്യാപന ജോലി നിർവഹിക്കുന്ന ചുമതലക്കാരനായി സ്കൂൾ ഓഫ് ഡ്രാമയിൽ തന്നെ തുടർന്നുള്ള ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ കാലഘട്ടം അത്രയും ഏതാണ്ട് 4 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന കാലം അത്രയും നിരന്തരമായി നാടകവേദികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയും നാടകത്തിന് സമാന്തരമായി ലഭിക്കാവുന്ന സമസ്ത കലാരൂപങ്ങളിൽ നിന്നും തൻ്റെ നാടകകലയ്ക്ക് ആവശ്യമായ വളവും നീരുമൊക്കെ സ്വാംശ
സ്വാംശീകരിച്ചുകൊണ്ട് ആ പ്രതിഭ യഥാർത്ഥത്തിൽ തിട്ടം വെച്ച് വളരുകയായിരുന്നു എന്നതിന് ചരിത്രം തന്നെയാണ് സാക്ഷി. ഒരു വലിയ ചുമതല ഏറ്റെടുക്കുകയാണ് ഒരു സംഘം ചെറുപ്പക്കാർ. പണ്ട് നാടകത്തിൽ ഒരാശ 40കളിലൊക്കെ തീർച്ചയായും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള നാടകങ്ങളൊക്കെ ഒരു ആശയപ്രചരണത്തിനുള്ള വേദി എന്നതിനപ്പുറമുള്ള ഒരു പ്രാധാന്യം നാടകത്തിന് കൊടുക്കാതിരുന്ന ഘട്ടത്തിൽ ആർക്കും ചെയ്യാവുന്ന ഒന്നാണ് നാടകം എന്നൊരു പൊതുബോധ്യം സ്വാഭാവികമായി രൂപപ്പെട്ടിട്ടുണ്ടാകും. ഒരു തറയും മറയും ഉണ്ടെങ്കിൽ നാടകമാകാം എന്ന സങ്കല്പത്തിൽ നിന്ന് മാറ്റി അരങ്ങിൽ നിർമ്മിച്ചെടുക്കുന്ന കവിതയായി നാടകത്തെ രൂപാന്തരപ്പെടുത്തുക എന്നത് ആ രീതിയിൽ ഒരു പുതിയ ബോധ്യം നാടക പ്രേക്ഷകർക്കിടയിൽ വളർത്തിയെടുക്കുക എന്നത് തീർച്ചയായും വളരെയേറെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. ദീർഘകാലത്തെ തപസ്യയ്ക്ക് സമാനമായ കർമ്മജീവിതം കൊണ്ട് അദ്ദേഹം സാധിച്ചെടുത്ത സംഭവം സഫലവും യഥാർത്ഥത്തിൽ ആ രീതിയിൽ നാടക പ്രേക്ഷകരുടെ ബോധ്യത്തിൽ വരുത്തിയ നവീകരണമാണ് എന്ന് സൂക്ഷ്മ വിശകലനത്തിൽ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. പല നാടക നടന്മാരുടെയും നാട്യവിസ്മയങ്ങൾ അദ്ദേഹത്തെയും വിസ്മയിപ്പിച്ചിട്ടുണ്ടാകാം. അരങ്ങിലെത്തിക്കഴിഞ്ഞാൽ അത്ഭുതകരമായ കമ്പനമുണ്ടാക്കുന്ന രീതിയിൽ ചലനങ്ങളും ശരീരഭാഷയും ഉപയോഗിക്കുന്ന നടന്മാരെ കണ്ട് വിസ്മയിച്ചിട്ടുണ്ടെങ്കിൽ പോലും നരിപ്പട്ടരാജ് പറയും, അവരെ വെച്ചൊരു നാടകം ചെയ്യുക എന്നത് എൻ്റെ ലക്ഷ്യമേ അല്ല. അദ്ദേഹം പ്രവർത്തിച്ചത് മുഴുവൻ വ്യത്യസ്ത ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഗ്രാമീണ നാടക വേദികളിലാണ്. ഒരു ഗ്രാമത്തിൽ നാടകം ചെയ്യാനായി എത്തുമ്പോൾ നാടകവുമായി ബന്ധപ്പെട്ട പൂർവാനുഭവങ്ങൾ താരതമ്യേന കുറഞ്ഞ ഒരു സംഘം ചെറുപ്പക്കാർ, അത് കർഷക തൊഴിലാളികൾ മുതൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുതൽ വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരുമായ നിരവധിയായ ജനങ്ങൾ മുന്നിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഇവരിൽ ഓരോരുത്തർക്കും അവരുടേതായ സർഗപരമായ ചില സിദ്ധികൾ ഉണ്ടാകും. മനുഷ്യനാണെങ്കിൽ ഉണ്ടാവുക ലഭിച്ചു. അത് തിരിച്ചറിയുക. ഈ നാടകത്തിന്റെ അരങ്ങനുഭവങ്ങൾ താരതമ്യേന കുറഞ്ഞ നടന്മാരെ ലഭിക്കുമ്പോൾ നാടക സംവിധായകൻ അനുഭവിക്കുന്ന ഒരു പരാധീനതയുണ്ട്. നാടകത്തിന്റെ വേദി ഭാഷയെക്കുറിച്ച്, സംവേദനശീലങ്ങളെക്കുറിച്ച്, അതിന്റെ സാധ്യതകളെക്കുറിച്ചൊന്നും അത്ര അവഗാഹമില്ലാത്ത പുതിയ നടന്മാർ അവരെ പരിശീലിപ്പിച്ചെടുക്കുക ശ്രമകരമായ ദൗത്യമായിരിക്കാം. രാജു പറയുന്നത് അതിൽ ആ ഒരു ശ്രമത്തിന്റെ പരാധീനതയുണ്ടെങ്കിൽ പോലും മറ്റൊരു വലിയ ഗുണമുണ്ട്. അങ്ങനെയുള്ള നടന്മാർ ആരെയും അനുകരിക്കുക, വളരെ സ്വതീയമായി അവരുടെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ അവരുടെ അനുഭവങ്ങളെ എങ്ങനെ സർഗപരമായ ഒരു പുതിയ സ്ഥലിയിലേക്ക് പരിഭാഷപ്പെടുത്താം എന്ന സ്വാഭാവികമായ ചിന്ത അവിടെ രൂപപ്പെടുന്നു. അതിനെ നാടക സംവിധായകൻ കൃത്യമായി ഉപയോഗപ്പെടുത്താനാവും. ഇതാണ് രാജു അവലംബിച്ച ഒരു തന്ത്രം എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. രാജു എന്ന് പറയുന്ന വാക്ക് അനുസരിച്ച് പറയുകയാണെങ്കിൽ നാടകം ഒരിക്കലും സംവിധായകന്റെ മാത്രം കലയാണില്ല. ഇതൊരു ഗ്രാമത്തിലാണെങ്കിൽ ഗ്രാമത്തിൻ്റെതായ ഒരു സാംസ്കാരിക പശ്ചാത്തലമുണ്ട്, ഒരു ചരിത്രമുണ്ട്. അവിടെ ജീവിക്കുന്ന ഓരോ ആളുകൾക്കും അതുപോലെ സമാനമായ ഗ്രാമീണ ജീവിതത്തിൻ്റെതായ കുറേ അനുഭവങ്ങൾ ഉണ്ടാകും. ആ അനുഭവങ്ങളുടെയും ആ ഗ്രാമത്തിന്റെ ആകെ തുടിപ്പിന്റെയും ഒക്കെ ഒരു സാകല്യമാണ് സംവിധായകന്റെ സഹായത്തോടു കൂടി ഒരു നാടകമായി രൂപപ്പെടുന്നത്. അപ്പോൾ ഒരു നാടകത്തിന്റെ യഥാർത്ഥ നേര അവകാശികൾ എന്ന് പറയുന്നത് ആ ഭൂപ്രദേശവും ആ ഭൂപ്രദേശത്തിന്റെ ചരിത്രവും അവിടുത്തെ സംസ്കാരവും ആ സാംസ്കാരിക ആനുഭവിക സമ്പത്തുള്ള ആ പ്രദേശത്തെ ജനങ്ങളുമാണ് എന്ന വളരെ രസകരവും അതോടൊപ്പം തന്നെ പുരോഗമനപരവുമായ ഒരു കാഴ്ചപ്പാട് നാടക പ്രവർത്തനത്തിൽ അടിമുടി സൂക്ഷിക്കുന്നു എന്ന സവിശേഷത എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ശാഖ്യം, പ്രതിരോധപരമായ ഉള്ളടക്കമുള്ള നാടകം അദ്ദേഹം ചെയ്തിട്ടുണ്ടാവില്ല. ഒരു വർഗീയ ഉള്ളടക്കമുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ കാലത്തെ പുറകോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിക്കപ്പെട്ട ഇതിവൃത്തത്തോടു കൂടിയ ഒരു നാടകം തന്റെ ആയുസ് കാലത്ത് ചെയ്തിട്ടില്ല എന്ന അഭിമാനത്തോടെ രാജു ഇപ്പോഴും പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ഇതൊരു ബുദ്ധിപരമായ വ്യായാമമാക്കി മാറ്റാനും നാടകത്തെ അനുവദിക്കാതിരിക്കുക. സാമാന്യ ജനങ്ങൾക്ക് തിരിച്ചറിയാവുന്ന രീതിയിൽ പുതിയ രംഗതന്ത്രങ്ങളോടെ നാടകം അവതരിപ്പിക്കുക എന്നതാണ് ഈ പുതിയ നാടകശീലത്തിന്റെ ആത്യന്തിക പരിപ്രേക്ഷ്യം എന്ന് തിരിച്ചറിയാം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നാടകത്തെ റിയലിസ്റ്റിക് ആക്കുക എന്നതല്ല ലക്ഷ്യം. നാടകം അതിപ്പോൾ കമേഴ്ഷ്യൽ നാടകമാണെങ്കിലും ഒരിക്കലും യഥാർത്ഥമായ അഭിനയ സാമ്പ്രദായികതയെ അത് പിൻപറ്റുന്നില്ല എന്നത് വ്യക്തം. അതിനുമുപരി
യാഥാർത്ഥ്യത്തിൻ്റെതായ ഏതെങ്കിലും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ബോധപൂർവം നിരാകരിക്കുകയാണെന്ന് മാറി നിൽക്കുന്നുണ്ടോന്നില്ല. അത് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. നിരാകരിക്കുന്നതിൻ്റെ ഒരു തരം അന്യവൽക്കരണം സാധിച്ചെടുക്കുന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ നിരീക്ഷിച്ച് നിർദ്ധാരണം ചെയ്തെടുക്കാനാവും. ലളിതമായ ഉദാഹരണം ഇവിടെ കളിച്ച പാതാളം എന്ന നാടകത്തില് ഒരു മടാളുമായി ശത്രു വെട്ടാൻ ഓങ്ങി വരികയാണ്. കഴുത്തിൽ ഈ വാക്കത്തിൽ വെക്കുന്നത് വരെ ആ ഭീകരമായ ഭാവത്തോട് അഭിനയം പൂർത്തിയായതിനു ശേഷം പെട്ടെന്ന് അതിനെ മുറിച്ചുകൊണ്ട് ഈ ബ്രഹ്മത്തിന്റെ അന്യവൽക്കരണ സിദ്ധാന്തം പോലെ തന്നെ ഒരു ചുവന്ന ശീല കൊണ്ട് തല മുണ്ടുന്ന രീതിയായ രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കൂട്ടുകൃഷി നാടകത്തിൽ ടോർച്ചടിക്കുന്ന ഒരു കൃഷിക്കാരനെ കാണാം. പക്ഷെ ആ ടോർച്ചിനകത്ത് ബാറ്ററിയോ ബൾബോ ഉണ്ടാവില്ല. പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുന്നു, പക്ഷേ അത് കൃത്യമായ ഒരു റിയലിസ്റ്റിക് രീതിയിലേക്ക് യഥാർത്ഥ രീതിയിലേക്ക് ആക്കാതിരിക്കാൻ വളരെ ബോധപൂർവ്വം ശ്രമിക്കുന്നു എന്ന് നമുക്ക് ആ നാടകം കാണുമ്പോൾ ബോധ്യപ്പെടും. രസകരമായ സംഭവം ഉണ്ടെങ്കിൽ കുടുക്ക കാവളയിൽ നാടൻ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കുടുക്ക കിട്ടുന്നു. കുടുക്കെ ചോറും കറിയും എന്ന് പറയുന്ന ഒരു പഴയ നാടോടി കഥയെ നാടകത്തിന്റെ രൂപത്തിൽ മാറ്റി എഴുതിയതാണ് പി എം ടാജ്. അതിൽ കുടുക്ക അങ്ങോട്ടും ഇങ്ങോട്ടും നടന്മാർ പരസ്പരം എറിയുന്ന രംഗവും ബാലനൊക്കെ ഓർമ്മയുണ്ടാവുന്നത്. അപ്പൊ അഭിനയിച്ചുകൊണ്ട് ധാരാളം വേണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പൊ അതാകുമ്പോൾ വീട് പൊട്ടിയാലോ ഞങ്ങളുടെ പലരുടെ ഉള്ളിലുണ്ടായിരുന്ന ആശങ്കതായിരുന്നു. അത് അങ്ങനെ അങ്ങോട്ട് എറിയൊക്കെ ചെയ്യുമ്പോൾ മണ്ണുകൊണ്ടുണ്ടാക്കിയ മൺകുടം നിലത്ത് വീണ് മുടഞ്ഞേക്കും. അങ്ങനെ ഒരു ആശങ്ക പങ്കുവെച്ചപ്പോൾ രാജു പറഞ്ഞൊരു മറുപടി അത് ഓർമ്മയെ സൂക്ഷിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നാടക സംവിധായകൻ രംഗത്ത് വന്നത് പറയും പ്രേക്ഷകരോട്, ഈ സന്ദർഭത്തിൽ കുടുക്ക പൊട്ടുന്നില്ല, യഥാർത്ഥത്തിൽ നടന്റെ അവിദഗ്ധത കൊണ്ട് സംഭവിച്ചതാണ് എന്നൊരു വാക്യം പറഞ്ഞ് പുതിയൊരു കുടുക്ക കൊടുത്ത് നാടകം മുന്നോട്ട് കൊണ്ടുപോകും. ഈശ്വര, അത് പൊട്ടിയിരുന്നെങ്കിൽ പ്രാർത്ഥിച്ചു പോയി. അത്ര മനോഹരമാകുമായിരുന്നു അത് പൊട്ടിയെങ്കിൽ എന്നവർ അപ്പോൾ ബോധ്യപ്പെട്ടു. ഇത് ഇവിടെ വെച്ച് നാടകത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, രാജുവിനെ പറയും. പേരിലൊരു നാടകത്തിൽ ഉദ്ദേശിച്ച ആളുകൾ റിഹേഴ്സൽ നടത്താനുള്ള സാവകാശം കിട്ടാതെ പോയതാണ് ആ നാടക നിർമ്മാണത്തിൽ വന്ന ഒരു പരാധീനത. പക്ഷെ രസകരമായിട്ട് മറ്റൊന്ന് ചെയ്തു. പ്രോംപ്റ്റ് ചെയ്യുക എന്ന രീതിയിൽ സൈഡിൽ നിന്ന് ആൾ വായിച്ചു കൊടുക്കുന്ന ഏർപ്പാട് നിർത്തിവെക്കുകയും ഈ വായിച്ചു കൊടുക്കാൻ വേണ്ടി ടി കെ വാസുദേവൻ ഒരു മേശയും കസേരയും ഇട്ട് ഒരു പ്രത്യേക വേഷവും കിട്ടി വേദിയിൽ തന്നെ ഇരുന്ന് നാടകം വായിച്ചു കൊടുക്കുന്ന രീതിയിൽ ആ നാടകം വന്ന് ഈ വേദിയിൽ വെച്ചാൽ മോനെ പറഞ്ഞല്ലോ ഈ നാടകം ചെയ്തു. ഇതാണ് അദ്ദേഹം അവലംബിക്കുന്ന തന്ത്രം. നിരവധി ഉദാഹരണം പറയാം. ഇപ്പോൾ കൂട്ടുകൃഷിയിലായാലും പാതാളത്തിലായാലും ഇങ്ങനെ കൃത്യമായി അന്യവൽക്കരണം സാധ്യമാകുന്നതിന് വേണ്ടി അവലംബിക്കുന്ന തന്ത്രങ്ങൾ പോലും രസകരമായും അത്ഭുതകരമായും നമുക്ക് തോന്നും. എനിക്ക് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു നാടകം ചെയ്തപ്പോൾ ഒരു നടന് ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയമായ ശേഷം ബഷീറാണ് അഭിനയിച്ചത്. നർത്തകനായിട്ടുള്ള ബഷീറാണ് നടൻ ആ രംഗത്ത് വരുന്നത്. അദ്ദേഹത്തെ ശത്രുക്കളൊക്കെ പാടെ ഒരു മർദ്ദിച്ച് അവശനാക്കി കൈയും കാലും ബന്ധിച്ച് ഒരു കോഴി ദൂരേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് ആ രംഗം. ഇതാണ് പ്രേക്ഷകൻ നൽകുന്ന സന്ദേശം. പക്ഷെ ചെയ്യുന്നത് ഒരു വടിക്കകത്ത് ഈ മനുഷ്യനെ തുങ്ങിക്കിടക്കുകയാണ്, കൈയും കാലും കിട്ടുന്നത് പോലുമില്ല. പക്ഷേ ഉദ്ദേശിക്കുന്ന അളവിലുള്ള ഒരർത്ഥ വിന്യാസം കൃത്യമായി ഈ ലളിതമായ ചലനങ്ങൾ കൊണ്ട് സാധിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതെങ്ങനെയാണ് ഇത്തരം തന്ത്രങ്ങളെ ഉണ്ടാക്കിയെടുക്കാനാവുക? ഇത് പല സന്ദർഭങ്ങളിലും കാണാം. ഒരു മഴ നനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രത്തെ രംഗത്ത് അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ ഒരു ചട്ടിയിൽ അല്പം വെള്ളം തലയിൽ ഒഴിക്കുന്നേ ഉള്ളൂ. വളരെ ലളിതമായ ഈ ചടങ്ങ് കൊണ്ട് ഈ രീതിയിൽ ഒരു രംഗാനുഭവം ഉണ്ടാക്കുന്ന ഈ മായിക രസതന്ത്രം എങ്ങനെയാണ് മനസ്സിലൊതുക്കുന്നത് എന്ന് സംശയമായി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ രസകരമാണ്. അതിന് ഉത്തരമൊന്നേ ഉള്ളൂ, നാടക അനുഭവങ്ങൾ തന്നെ. വ്യത്യസ്തമായ കലാകാരന്മാർ നാടകത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ എങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ഓർമ്മ ബുദ്ധിയുടെ എന്തെങ്കിലും അവശേഷിച്ചു. എൻ്റെ അധ്യാപകരായിട്ടുള്ള രാമാനന്ദ സാറും ശങ്കരപ്പിള്ള സാറും ഉൾപ്പെടെയുള്ള ആളുകൾ നാടകങ്ങൾ ചെയ്യുമ്പോൾ രാമാനന്ദ സാർ ചെയ്ത കത്ത ദൈവത്തെ തേടിയുന്ന നാടകത്തെക്കുറിച്ച് രാജു എപ്പോഴും വാചാലനായിട്ട് സംസാരിക്കാറുള്ളതാണ്. ഒരു വനത്തിലൂടെയുള്ള യാത്ര
ചെയ്യേണ്ടി വന്നപ്പോൾ, ഒരു പുഴയിലേക്ക് ചാടുന്ന സന്ദർഭം ചെയ്യേണ്ടി വന്നപ്പോൾ ലളിതമായ രംഗോപകരണങ്ങൾ കൊണ്ട് ആ അനുഭവം പ്രേക്ഷകർക്ക് നൽകുന്ന രീതിയിൽ അത് ചെയ്തതിൻ്റെ ഓർമ്മകളുണ്ടാവും. അങ്ങനെ ഓർമ്മകൾ തറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സർഗ ഭൂമിയിലേക്ക് അകത്ത് അതിനെ അനുകരിക്കാതെ തന്നെ സമാനമായ സന്ദർഭങ്ങളിൽ മറ്റേത് രീതിയിൽ ഈ രംഗക്രിയകൾ കൊണ്ട് ഇതുപോലുള്ള അനുഭവങ്ങൾ നിർമ്മിച്ചെടുക്കാമെന്ന പുതിയ ഭാവന സ്വാഭാവികമായി രൂപപ്പെടുകയാണ്. ആരെയും അനുകരിക്കാതെ തന്നെ വളരെ ലളിതമായ ചലനങ്ങൾ കൊണ്ട് ഈ രീതിയിൽ മായികമായി ചില അത്ഭുതങ്ങൾ രംഗത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അതിനുമുപരി പലപ്പോഴും അന്യാദേശ രീതി, മറ്റൊന്നിൻ്റെ ധ്വനി സൂചിപ്പിക്കുന്ന രീതിയിൽ പുതിയ രംഗങ്ങൾ വളരെ സ്വാഭാവികമായി ഇതിനകത്ത് ഇണക്കിച്ചേർക്കുകയും ചെയ്യും. തൊട്ടടുത്ത രംഗത്ത് ഒരു മഹാദുരന്തം സംഭവിക്കുന്നു എന്നതിൻ്റെ സൂചന പോലെ ഒരു നാടകം ഞാൻ ഓർക്കുന്നില്ല. തൊട്ട് മുമ്പിലത്തെ രംഗത്ത് ഒരു കഥാപാത്രം എന്നൊരു വിളക്ക് അങ്ങോട്ട് തിരികെടുത്തുകയാണ്. ഏതായാലും വിളക്കിൻ്റെ തിരികെടുത്തുന്നത് പ്രത്യക്ഷമായി അനുഭവിക്കുന്ന രീതിയിൽ രംഗത്ത് അവതരിപ്പിക്കും. മറ്റൊരു നാടകത്തിൽ മതത്തിന്റെ ബോധം അദ്ദേഹത്തിന്റെ കാഴ്ചശക്തിയെ മറക്കുന്നു എന്ന ഒരു സന്ദർഭം വിശദീകരിക്കേണ്ടി വന്നപ്പോൾ ആ മതമേലധ്യക്ഷനായിട്ടുള്ള മുസ്ലിം മതപണ്ഡിതനായിട്ടുള്ള ആള് തൊപ്പി ഈ കഥാപാത്രത്തിന്റെ തലയിൽ കമിഴ്ത്തി വെക്കുന്നു. ആ തൊപ്പി പക്ഷെ കണ്ണു പോലും മൂടുന്ന രീതിയിൽ താഴേക്ക് വരികയും ചെയ്യും. അറിവ് എന്ന അർത്ഥത്തിൽ വെളിച്ചത്തെ ഉപയോഗിക്കുക, ഇങ്ങനെ പ്രതീകങ്ങളെ കൊണ്ട് അർത്ഥസൂചന നൽകുന്ന അന്യാപദേശ രീതിയിലുള്ള ആവിഷ്കാര പദ്ധതികൾ നാടകത്തിന്റെ ഗാത്രത്തിലേക്ക് ഇണക്കിച്ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അത് സ്വാഭാവികമാവുകയും ചെയ്യും. ആ നാടകത്തിൽ അന്യഥ ആവശ്യമില്ലാത്ത രംഗോപകരണങ്ങൾ കൊണ്ടുവന്നുകൊണ്ടല്ലാതെ വളരെ സ്വാഭാവികമാണ് എന്ന് തോന്നുന്ന രീതിയിൽ ആ നാടകത്തിന്റെ ജൈവികമായ വികാസം മാത്രമായി നമ്മൾ തിരിച്ചറിയുന്ന, നമുക്ക് സ്പർശിച്ചറിയാവുന്ന രീതിയിൽ ഇത്തരം ഘടനകളെ നാടക ഗാത്രത്തിലേക്ക് അടുപ്പിച്ചേർക്കുന്ന വിദ്യ. ഇങ്ങനെ സൂക്ഷ്മ വിശകലനത്തിൽ രാജുവിന്റെ നാടക സങ്കല്പം നമ്മളെ വിസ്മയിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലെ ഇത് സമാന്തരമായി കാണുന്നതാണ്. ഇത്തരം നാടകം ചെയ്യുന്നതിന് പിന്നിൽ ഈ ക്ലാസിക്കൽ കലകളുമായി അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ ബന്ധം ഏത് രീതിയിൽ സ്വാധീന ശക്തിയായി പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്നൊരു പരിശോധന നടത്തി നോക്കുമ്പോൾ രാജു പറയാവുന്ന വാക്യമുണ്ട്. രംഗത്തിന്റെ കോമ്പോസിഷൻസായിട്ട് ബന്ധപ്പെട്ട് കഥാപാത്രങ്ങളുടെ സിമട്രി, ആ പൊസിഷൻ തുടങ്ങിയ നിർമ്മിച്ചെടുക്കുന്ന രംഗ പാഠത്തിന്റെ കോമ്പോസിഷൻസ് ഉണ്ടല്ലോ, ഈ കാര്യത്തിൽ ട്രഡീഷണൽ ക്ലാസിക്കൽ തിയേറ്റർ എനിക്കൊന്നും നൽകിയിട്ടില്ല. നടനെ മാത്രം കേന്ദ്രീകരിച്ച് ശ്രദ്ധ ആവശ്യപ്പെടുന്ന ആ കലാ വിഭാഗത്തിന്റെ ആ ആവിഷ്കാര പദ്ധതിയുടെ ഉള്ളടക്കത്തോടെ ആ രീതിയിൽ സമരസപ്പെട്ടു പോവാൻ ആധുനിക നാടകവേദിക്ക് ആവുകയില്ല. എന്നാൽ കഥകളി ഉൾപ്പെടെ കൂടിയാട്ടം ഉൾപ്പെടെ പലതിൻ്റെയും സ്വാധീനങ്ങൾ പല രീതിയിൽ പ്രവർത്തിക്കുന്നതാകാം. ക്ലാസിക്കൽ ഉള്ളടക്കത്തോടു കൂടിയ കഥകൾ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ കുറേ ഉണ്ട്. ഇപ്പോൾ ശ്രീകണ്ഠൻ നായരുടെ നാടകങ്ങളായാലും നാടകത്തിലെ രാമായണ നാടകങ്ങളായാലും വേറെ ഉണ്ടല്ലോ നിരവധി. ഇപ്പോൾ ദൂതവാക്യം പോലുള്ള നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പൗരാണിക സ്വഭാവങ്ങളോ ഉള്ളടക്കത്തോടു കൂടിയ നാടകങ്ങൾ, സംസ്കൃത നാടകങ്ങളുടെ പരിഭാഷകൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ പോലും ആ ട്രഡീഷണൽ തിയേറ്ററിന്റെ ഒരു തുടർച്ചയാകാതിരിക്കാനാണ് നിഷ്കർഷം. ഈശപ്പള്ളി രാജീവൻ നടനായിട്ട് വരുമ്പോൾ രാജീവനെ എങ്ങനെ കഥകളി കാണിക്കാതിരിക്കുന്നു എന്നിടത്താണ് നിഷ്കർഷിക്കുക. അങ്ങനെ പുരാണ സ്വഭാവമുള്ള കഥകളാണ് ഇതിവൃത്തമെങ്കിൽ പോലും ഈ ശൈലീബദ്ധമായ ആവിഷ്കാര പദ്ധതിയിൽ നിന്ന് വിഭിന്നമായി ഒരു പുതിയ സങ്കേതത്തിൽ ഈ നാടകത്തെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി നിഷ്കർഷിക്കുന്നു. കലിവേഷം എന്ന കാവാലത്തിന്റെ നാടകം കാവാലം ചെയ്തപ്പോൾ ഉള്ളടക്കത്തിൽ ഉണ്ടായാത്ത പോലും കഥകളി ഇല്ലാതെയാണ്. കഥകളി രണ്ട് കൈ കൊണ്ടും അമ്മാനം നാടാനുള്ള ആ കലിപ്പ് ബാല്യത്തിനെ ആർജിച്ചത് രാജു ആ നാടകം ചെയ്യുന്നത് എന്ന ഒറ്റ വാക്കിൽ ഈ ആശയം വ്യക്തമാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കഥകളിയോടുള്ള വൈമുഖ്യമോ വിപ്രതിപത്തിയോ അല്ല, സ്വന്തമായി കഥകളിയും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒക്ടോബർ 1-ാം തീയതി ഞങ്ങളിവിടെ സ്വീകരണം കൊടുക്കാൻ ആലോചിച്ചതായിരുന്നു ഏർപ്പെട്ടതായിരുന്നു. ഈ ഒക്ടോബർ 9 ഉണ്ണീഷോപ്പ് അനുസ്മരണ സമിതിയുടെ ആവശ്യപ്രകാരം വള്ളത്തോൾ ജയന്തി നടന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഔഷധാകരണം എന്ന ആട്ടക്കഥ ഒരു പുതിയ രീതി അവരാവശ്യപ്പെട്ടത് ഞാൻ മുഖാന്തരായതുകൊണ്ട് എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. കഥകളി വേണം എന്നല്ല ആവശ്യപ്പെട്ടത്.
കഥകളി വേണം എന്ന ആവശ്യമായിരുന്നെങ്കിൽ വാസുഷാരി ആശാനെയോ നരിപ്പറ്റ ആശാനെയോ സ്വീകരിക്കാൻ വിഷമമുള്ളവരോ പരിചയമില്ലാത്തവരോ ഒന്നുമല്ല അതിൻ്റെ സംഘാടകർ. രാജുവിനോട് ആവശ്യപ്പെട്ടത് ഒരു കഥകളിയേതരമായ ഭാഷയാണെങ്കിൽ വിരോധമില്ല, അതിനൊരു പുതിയ രംഗഭാഗം നിർമ്മിച്ചെടുക്കണമെന്നാണ്. രാജു തീരുമാനിച്ചു ഔഷധാകരണത്തിന് കഥകളി തന്നെ മതി. ഈ വേദിയിൽ വെച്ച് ആയിരുന്നു റിഹേഴ്സൽ ക്യാമ്പ്. അവതരണം ഞാൻ പറയും. ഗുരുവായൂർ ഹരിദാസൻ ഉൾപ്പെടെയുള്ള ഹാസ്യം ഉൾപ്പെടെയുള്ള നടന്മാരെ വാദകരെയൊക്കെ വെച്ച് കൃത്യമായ ഒരു കഥകളിയായി ചിട്ടപ്പെടുത്തി. കഥകളിയായി ചിട്ടപ്പെടുത്തി എന്ന് എടുത്തു പറയാനുള്ള കാരണം ആധുനിക കാലത്ത് കഥകളിയായി നിർമ്മിക്കപ്പെടുന്ന പലതിനും കഥകളിത്വം കുറവാണ് എന്നാണ് പൊതുവെ കഥകളി പക്ഷപാതികൾ ഉയർത്തുന്ന ഒരു ആക്ഷേപമെങ്കിൽ സദന കൃഷ്ണൻകുട്ടിയുടെ ഉൾപ്പെടെയുള്ള ആളുകൾ അത് കണ്ട് ആ വേഷം എനിക്ക് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് എന്ന രീതിയിൽ അതിനോട് താല്പര്യം പ്രകടിപ്പിച്ചെങ്കിൽ അത് ശുദ്ധമായ ഒരു നിറഞ്ഞ കത്തി വേഷത്തിന്റെ പ്രകടനത്തോടു കൂടിയ കഥകളിയായിരുന്നു എന്നതാണ് സവിശേഷത. അദ്ദേഹം അല്പം അഭ്യസിച്ചത് കഥകളി ചുട്ടിയാണ്. കഥകളി കുട്ടിക്കാലത്ത് അല്പം പഠിച്ചിട്ടുണ്ടാകാം. അതിനുശേഷം നിഷ്കർഷയായ ഒരു അഭ്യാസം ഉണ്ടായത് ഗോവിന്ദവാര്യരാശാന്റെ ശിക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ അവസാന ശിക്ഷയായിരിക്കും ഒരുപക്ഷ രാജ. കഥകളി ചുട്ടി പഠിച്ചിട്ടുണ്ട്, ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. ഭരതനാട്യത്തിനും അല്ലെ കൂടിയാട്ടത്തിനും വിശേഷിച്ച് നന്ദിയാട്ടത്തിനും കഥകളിക്കും ഉൾപ്പെടെ നിലവിലുള്ള വെയിൽ പോലുള്ള വെളിച്ചം അതിൻ്റെ ആവിഷ്കാര പദ്ധതിക്ക് ഇണങ്ങുന്നതല്ല എന്ന് തിരിച്ചറിവോടുകൂടി പുതിയ രീതിയിൽ അതിൻ്റെ വെളിച്ച ക്രമീകരണം എങ്ങനെ നടത്തണം എന്നത് ഏറെ ഗവേഷണം നടത്തുകയും ഏറെ വേദികളിൽ പ്രശംസനീയമായ രീതിയിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം കഥകളിക്ക് കൂടെ ഉണ്ടായി. ആ കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും കൂടെ നടക്കുന്ന ഈ മനുഷ്യൻ നാടകം ചെയ്യുമ്പോൾ അത് കഥകളി ആവാതിരിക്കാൻ കണക്കറ്റ് നിഷ്കർഷിക്കുകയും ചെയ്തു. ഈ രീതി ഒരു നാടകത്തെ സംബന്ധിച്ച് വളരെ സവിശേഷമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുകയും ആ ഗ്രാമീണരുടെ നാടകാഭിമുഖ്യത്തെ അതിനനുഗുണമായി വളർത്തിയെടുക്കുകയും ചെയ്തു. പുതിയ നടന്മാരെ നിർമ്മിച്ചു എന്നതല്ല എൻ്റെ അവകാശവാദം. രാജു സ്വകാര്യ സംഭാഷണത്തിൽ പറയും. അദ്ദേഹം നാടകം ചെയ്യുന്നത് പല പല ഗ്രാമങ്ങളിലാണ്. ഒരു ഗ്രാമത്തിലല്ല. കാറമണ പോലെ, പൊന്നാനി പോലെ, കടമ്പഴിപ്പുറം പോലെ, കൊളത്തൂര് പോലെ തുടങ്ങി ഹൈറേഞ്ചിലുള്ള പയ്യന്നൂരൊക്കെയുള്ള ഗ്രാമങ്ങളിലെ ഗ്രാമീണരെ ഉപയോഗിച്ചുകൊണ്ട് നാടകം സംവിധാനം ചെയ്യുമ്പോൾ കുറേ പുതിയ നടന്മാരുണ്ടാകുന്നില്ലെങ്കിലും സമാന്തരമായി സംഭവിക്കുന്ന മറ്റൊന്ന് നാടകം എന്ന പുതിയ ബോധ്യത്തിലേക്ക് ആ പ്രേക്ഷക സമൂഹം മാറുകയാണ്. ഇതുവരെ കണ്ടതിന് വ്യത്യസ്തമായി പുതിയ രീതിയിൽ ഈ പറഞ്ഞ കവിത പോലെ നാടകത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു പുതിയ ശീലക്രമത്തിലേക്ക് ആ പ്രേക്ഷക സമൂഹത്തെ മാറ്റിയെടുക്കുക, അതിലൂടെ ഈ പുതിയ നാടക അവബോധം വളർത്തിയെടുക്കുക എന്നത് തൻ്റെ സ്വന്തം ജീവിത ലക്ഷ്യമായി കണ്ട് ബദ്ധകങ്കണനായി ആയുസ്സിന്റെ പുഷ്കലമായ കാലം മുഴുവൻ ഈ രീതിയിലുള്ള നാടകത്തിന് വേണ്ടി പ്രവർത്തിച്ച രാജുവിനെ ഹൃദയം നിറഞ്ഞ വാക്കുകളോട് അനുമോദിച്ചുകൊണ്ട് ഞാൻ ഈ വേദിക്ക് പരിചയപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം.